താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉം 4ഉം മാത്രം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം 3ഉം മാത്രം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം 3ഉം മാത്രം. സംവരണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 4 മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, 2ഉം 3ഉം മാത്രം. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ക് ലോർ അക്കാദമി കണ്ണൂർ. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്യും താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1 മാത്രം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, അബ്ദുൽ കലാം ആസാദ്. അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ഉത്തരം ഓപ്ഷൻ ഡി, നമച്ച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ സി, കരീവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ഉത്തരം ഓപ്ഷൻ സി, റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഉത്തരം ഓപ്ഷൻ എ, കസാൻ, റഷ്യ. ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, പഞ്ചസാര വ്യവസായം. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏതു പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഉത്തരം ഓപ്ഷൻ സി, 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ, കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം. ഫ്യൂഡൽ നികുതി നൽകുക. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ധോളാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1 മാത്രം. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? ഉത്തരം ഓപ്ഷൻ എ, സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, EV രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി, തെലങ്കാന.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ ബി. പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി. ഇവയെല്ലാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി. 1ഉം 2ഉം മാത്രം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി. സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ഉത്തരം ഓപ്ഷൻ എ. ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ആനന്ദമഠം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി. ഇവയെല്ലാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം ഓപ്ഷൻ ഡി. വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം? ഉത്തരം ഓപ്ഷൻ ബി. ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ. കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ഉത്തരം ഓപ്ഷൻ ഡി. PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഉത്തരം ഓപ്ഷൻ സി. വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം ഓപ്ഷൻ സി. രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി? ഉത്തരം ഓപ്ഷൻ ഡി. മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ. ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? ഉത്തരം ഓപ്ഷൻ ബി. നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഉത്തരം ഓപ്ഷൻ ബി. നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. 1ഉം 4ഉം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഉത്തരം ഓപ്ഷൻ എ. നിഹോൺ ഹിഡാൻക്യു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരവിജയി? ഉത്തരം ഓപ്ഷൻ ബി. കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ എ. ഇന്ത്യ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? ഉത്തരം ഓപ്ഷൻ സി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി? ഉത്തരം ഓപ്ഷൻ ഡി. അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഉത്തരം ഓപ്ഷൻ എ. കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി. കൂട്ട്. മഹാകവി G. ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി. ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ.
ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ബി ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. അതായത് എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇവ രണ്ടും ശരിയാണ്. ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ്, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി. അതായത് പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ഉത്തരം ഓപ്ഷൻ ബി അൽനിക്കോ. താഴെ നൽകിയിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ബേക്കലേറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം. ഉത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടെയിൻ. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജ്ജം. താഴെ നൽകിയിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആറ്റോമിക് റിയാക്ടറുകൾ. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം. ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക്. മാത്സ് ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81 ഉത്തരം ഓപ്ഷൻ ബി, 82 ഉത്തരം ഓപ്ഷൻ സി, 83 ഉത്തരം ഓപ്ഷൻ എ, 84 ഉത്തരം ഓപ്ഷൻ ബി, 85 ഉത്തരം ഓപ്ഷൻ ബി, 86 ഉത്തരം ഓപ്ഷൻ എ, 87 ഉത്തരം ഓപ്ഷൻ ഡി, 88 ഉത്തരം ഓപ്ഷൻ ഡി, 89 ഉത്തരം ഓപ്ഷൻ ബി, 90 ഉത്തരം ഓപ്ഷൻ ബി, 91 ഉത്തരം ഓപ്ഷൻ ഡി, 92 ഉത്തരം ഓപ്ഷൻ ഡി, 93 ഉത്തരം ഓപ്ഷൻ എ, 94 ഉത്തരം ഓപ്ഷൻ സി, 95 ഉത്തരം ഓപ്ഷൻ ബി, 96 ഉത്തരം ഓപ്ഷൻ എ, 97 ഉത്തരം ഓപ്ഷൻ എ, 98 ഉത്തരം ഓപ്ഷൻ എ, 99 ഉത്തരം ഓപ്ഷൻ സി, 100 ഉത്തരം ഓപ്ഷൻ സി.